ആക്ടറും സിംഗറും TV ഹോസ്റ്റും ഒക്കെ ആയ നാദിർഷയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് അമർ അക്ബർ ആന്റണി എന്ന ചിത്രം. ഒരു കോമിക്കൽ ത്രില്ലറാണ് ഈ ഫിലിം. പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രജിത്തുമാണ് ഇതിലെ ടൈറ്റിൽ റോൾസിൽ എത്തുന്നത്. അമർ അക്ബർ ആന്റണി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൽവിൻ ആന്റണിയും ഡോക്ടർ സക്കറിയ തോമസും ചേർന്നാണ് അനന്യ ഫിലിംസിന്റെയും യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയ എന്റർടൈൻമെന്റിന്റെയും ബാനറിൽ. അമറായി പൃഥ്വിരാജും അക്ബറായി ജയസൂര്യയും അതുപോലെ ആന്റണിയായി ഇന്ദ്രജിത്തുമാണ് ഈ ഫിലിമിൽ എത്തുന്നത്. മട്ടാഞ്ചേരിയിലെ ഒരു കോളനിയിൽ ജീവിക്കുന്ന വളരെ ഹാപ്പി ഗോ ലക്കി ആയിട്ടുള്ള 3 യങ്സ്റ്റേഴ്സ് ആണ് ഇവർ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 ചെറുപ്പക്കാർ. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇവരൊരു ഡിസപ്പോയിൻമെന്റ് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെന്നിയുടെ കഥാപാത്രം ഈ ഫിലിമിലേക്ക് കടന്നു വരുന്നത്. ജെന്നിയുടെ കഥാപാത്രത്തിൽ എത്തുന്നത് നമിത പ്രമോദാണ്. ജെന്നിയുടെ വരവോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ കാരണം ഇവരുടെ ജീവിതം കീഴ്മേൽ മറിയുന്നു. ഈ 3 പേരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം ഇൻസിഡൻസ് ഒക്കെയാണ് അമർ അക്ബർ ആന്റണിയുടെ കഥ. ഇതിലെ കാസ്റ്റിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യം പറയുവാണെങ്കിൽ പൃഥ്വിരാജ് വളരെയധികം ഭേദപ്പെട്ടിട്ടുണ്ട് തൻ്റെ കോമിക്കൽ ടൈമിങ്ങിൽ എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ. അതുപോലെ തന്നെ ജയസൂര്യ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അക്ബർ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ പെർഫെക്റ്റ് കോമിക്കൽ ടൈം തന്നെയാണ് ഈ ഫിലിമിലും ജയസൂര്യയ്ക്കുള്ളത്. നിയർ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇന്ദ്രജിത്തും ആന്റണിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നമിത പ്രബോധൻ്റെ ക്യാരക്ടറിന് കാര്യമായിട്ടൊന്നും മൂവിയിൽ ചെയ്യാനില്ല, എന്നിരുന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ തൻ്റെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജും നമിത പ്രമോദുമായിട്ട് നല്ലൊരു കെമിസ്ട്രി തന്നെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഒരല്പം ഓവർ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നുന്നതാണ്. ഈ ഫിലിമിൽ KPC ലളിത ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന് ഒരു സ്പെഷ്യൽ മെൻഷൻ നൽകേണ്ടതാണ് പെർഫെക്റ്റ് കോമഡി ടൈമിങ്ങിനായിട്ട്. സൃന്ദ അഷബ്, ബിന്ദു പണിക്കർ, കലാഭവൻ ഷാജോൺ, ശശി കലിംഗ, രമേശ് പിഷാരടി, പ്രദീപ് കോട്ടയം, ധർമ്മജൻ, പ്രിയങ്ക എന്നിവരാണ് മറ്റ് കാസ്റ്റിലെത്തുന്നത്. അമർ അക്ബർ ആന്റണി എന്ന ഈ ഫിലിമിന് ഒരു നാദിർഷ ടച്ച് ഉടനീളം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. കോമിക്കൽ സിറ്റുവേഷൻ്റെ ഡോസ് ഒട്ടും തന്നെ കുറയ്ക്കാതെയും എന്നാൽ കൂടുതലാക്കാതെയും വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഡെബ്യൂട്ടൻ ഫിലിം മേക്കർ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ്. ഈ ഫിലിമിൽ കോമഡി എലമെൻറ്റ്സ് മാത്രമല്ല, എന്നാൽ ഒരു സോഷ്യൽ ഇഷ്യൂ കൂടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഫിലിം ഉടനീളം വളരെ എൻഗേജിംഗ് ആണ്. സുജിത് വാസുദേവനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ കൊച്ചിയുടെ വിഷ്വൽസ് ഈ ഫിലിമിൽ പകർത്തിയിട്ടുണ്ട്. ജോൺ കുട്ടിയുടെ എഡിറ്റിങ്ങും വളരെ ഭംഗിയായിട്ട് ഈ ഫിലിമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാദിർഷ തന്നെയാണ് ഇതിൻ്റെ സോങ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ റിതമിക് ആയിട്ടുള്ള പാട്ടുകളാണ് ഈ ഫിലിമിലേത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ബിജിബാലാണ്. പക്ഷേ ത്രൂ ഔട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്കോറാണ് എന്ന് പറയാൻ പറ്റില്ല. ചിലയിടങ്ങളിൽ നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ സ്കോർ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറയുവാണെങ്കിൽ കോമഡി ഫിലിംസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി എൻജോയ് ചെയ്യാവുന്നൊരു ഫിലിമാണ് അമർ അക്ബർ ആന്റണി.